PW4-ന്റെ ചീഫ് എക്സാമിനേഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് ക്രോസ് എക്സാമിനേഷൻ ഉണ്ടാകുമല്ലോ. ആ ക്രോസ് എക്സാമിനേഷൻ കേൾക്കാൻ പോലുമുള്ള സമയം ബഹുമാനപ്പെട്ട കമാൽ പാഷ സാറ് അതിന് വെയിറ്റ് ചെയ്തിട്ടില്ല എന്നാണ്. അത് വെയിറ്റ് ചെയ്യാനുള്ള സംയമനം പോലും കാണിക്കാൻ ഇദ്ദേഹത്തിന് സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കാരണം കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തുക എന്നതായിരുന്നു കമാൽ പാഷ സാർ അതിനു വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത്. കമാൽ പാഷ സാർ ഇതിന് തിടുക്കം കാണിച്ചതാണെന്നും ഒക്കെ വളരെ കൃത്യമായി ഇതിൽ പറയുന്നുണ്ട്. ഇതിന്റെ ജഡ്ജ്മെന്റിൽ വളരെ കൃത്യമായി ഞാൻ വായിക്കാം. എ വാഗ് സസ്പീഷൻ ഈസ് ഇൻസഫിഷ്യന്റ് ടു ഇൻവോക്ക് ദ extraordinary power vested in the court under the section 390 of the code which is to be exercised sparingly. കേവല ഒരു സംശയം കിട്ടിയപ്പോഴേക്കും വളരെ ഡിസ്ക്രിഷണറി പവറോടുകൂടി ഉപയോഗിക്കുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി പവർ അദ്ദേഹം ഒരു ചെറിയൊരു സംശയം കിട്ടിയപ്പോഴേക്കും അതിൻ്റെ മേൽ കെട്ടി തൂങ്ങി അത് ബഹുമാനപ്പെട്ട ഉസ്താദിനെ പ്രതി ചേർക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വെൽക്കം ടു ലീഗൽ ക്ലബ്. കാന്തപുരം ഉസ്താദിൻ്റെ വിശ്വാസപൂർവം എന്ന ആത്മകഥയിൽ ഉസ്താദ് വിവരിക്കുന്നതിനിടയിൽ ചേകന്നൂർ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ അഥവാ വിചാരണ വേളയിൽ 10ാം പ്രതിയായി കാന്തപുരം ഉസ്താദിനെ പ്രതി ചേർത്ത ഫോർമർ ജസ്റ്റിസ് മുസ്തഫ കമാൽ പാഷയുടെ അദ്ദേഹത്തിൻ്റെ ഇടപെടലിനെ സംബന്ധിച്ച് ആത്മകഥയിൽ വിവരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ തീർത്തും ദുരുദ്ദേശപൂർവമായിരുന്നു എന്ന് ഏവരും മനസ്സിലാക്കിയൊരു കാര്യമാണ്. കാരണം പ്രതി ചേർക്കപ്പെട്ട കാന്തപുരം ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ഓർഡറിനെതിരെ ഹൈക്കോടതിയിൽ ക്രിമിനൽ റിവിഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുകയും ആ റിവിഷൻ പെറ്റീഷൻ്റെ ഓർഡറിൽ വളരെ കൃത്യമായിട്ട് ഹൈക്കോടതി ജസ്റ്റിസ് നിരീക്ഷിക്കുകയും അദ്ദേഹത്തിൻ്റെ ഇടപെടൽ തീർത്തും ദുരുദ്ദേശപൂർവമായിരുന്നു. അത് കാന്തപുരം ഉസ്താദിനെ പ്രതി ചേർത്തതിൻ്റെ ശേഷം ഹൈക്കോടതിയിൽ റിവിഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുകയും ആ റിവിഷൻ പെറ്റീഷനിൻ്റെ ഓർഡർ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഓർഡറിൻ്റെ അവസാന ഭാഗത്ത് വളരെ കൃത്യമായിട്ട് അതിൽ വിവരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ഇവിടെ ഒരു ആത്മകഥ എഴുതുന്ന സമയത്ത് സ്വാഭാവികമാണ് ചരിത്രപരമായ പശ്ചാത്തലങ്ങളിലൂടെ കടന്നു പോവുക എന്നത്. പക്ഷേ ഈ വിഷയത്തെ ഫോർമർ ജസ്റ്റിസ് കമാൽ പാഷ സാറ് ആ വിഷയത്തോട് സമീപിച്ച സമീപനം അദ്ദേഹം തീർത്തും അതിൽ അസ്വസ്ഥനാണ്. ഒരു ചാനൽ അഭിമുഖത്തിനിടെ അദ്ദേഹം കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഈർഷ്യത പറഞ്ഞു തീർക്കുന്നത് കാണാൻ കഴിഞ്ഞു. ഇത്രയും ഉന്നതമായ സ്ഥാനത്തിരുന്നൊരു വ്യക്തി വളരെ ഈർഷ്യതയോടുകൂടിയും അസ്വസ്ഥമായിട്ടും അനുഭവപ്പെട്ടപ്പോൾ ഞാൻ 2010 ഓർഡർ വന്നിരിക്കുന്ന AP ഉസ്താദിൻ്റെ കാന്തപുരം ഉസ്താദ് വേഴ്സസ് AP അബൂബക്കർ മുസ്ലിയാർ വേഴ്സസ് CBI സ്പെഷ്യൽ ജഡ്ജ് എന്ന റിവിഷൻ അതിൻ്റെ സർട്ടിഫൈഡ് കോപ്പി ജഡ്ജ്മെൻറ്റിൻ്റെ ഓർഡറിൻ്റെ സർട്ടിഫൈഡ് കോപ്പി പഠിച്ചപ്പോൾ അതിൻ്റെ ജഡ്ജ്മെൻറ്റിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് AP ഉസ്താദിനെ പ്രതി ചേർക്കപ്പെട്ട ആ ഒരു ഓർഡറിനെ ഹൈക്കോടതി തള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രസ്തുത കേസ് പഠിക്കുമ്പോൾ അഥവാ 1 മുതൽ 9 വരെ അക്യൂസ്ഡ് പേഴ്സണാണ് ആ കേസിലുള്ളത്. ആ കേസ് ഒരു പഠന വിധേയമാക്കുമ്പോൾ 31/7/1993 അദ്ദേഹത്തെ കൊലപാതകം നടന്നു എന്ന വിധത്തിൽ പൊന്നാനി പോലീസ് സ്റ്റേഷൻ ക്രൈം രജിസ്റ്റർ ചെയ്യുകയും ആ ക്രൈം നമ്പർ 129/1993 എന്ന ക്രൈം നമ്പറായിട്ട് ആ കേസ് മുന്നോട്ട് വരികയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ അവസാനം ഒരു വ്യക്തിയെ മാത്രം കൺവിക്റ്റ് ആവുകയും ബാക്കിയുള്ളവരെല്ലാം വെറുതെ വിടുകയും ചെയ്തു. ഈ കേസ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അഥവാ സ്പെഷ്യൽ ജഡ്ജ് കമാൽ പാഷ സാറ് സ്പെഷ്യൽ ജഡ്ജായി CBI സ്പെഷ്യൽ ജഡ്ജായി സർവീസിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസായിരുന്നു ചേകന്നൂർ മൗലവി കേസ്. ആ കേസിൻ്റെ FIR ഇടുന്ന സമയത്തോ ആ കേസിൻ്റെ FISലോ ആ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷനിലോ അതിൻ്റെ കുറ്റപത്രം സമർപ്പിക്കുന്നതിലോ ചാർജിലോ അതിൻ്റെ സാക്ഷി വിസ്താരം PW1 PW2 PW3 സാക്ഷി വിസ്താരത്തിലോ എവിടെയും ഒരു സ്ഥലത്തും വർഷങ്ങൾ ആയി നടന്നുകൊണ്ടിരിക്കുന്ന കേസുകൾക്കിടയിൽ എവിടെയും ഒരു സ്ഥലത്തും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ പേരോ ഇൻവെസ്റ്റിഗേഷനിലോ എവിടെയും വന്നിട്ടില്ല. PW4-നെ
സാക്ഷി വിസ്താരം നടത്തുന്ന സമയത്ത് ചീഫ് എക്സാമിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ PW4 സാക്ഷി കാന്തപുരം ഉസ്താദിൻ്റെ പേര് അദ്ദേഹം ആ PW4 പറഞ്ഞപ്പോഴേക്കും വളരെ തിടുക്കം കാണിച്ച് അദ്ദേഹം ആവേശപൂർവ്വം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ ആ കേസിലേക്ക് പ്രതി ചേർക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് അദ്ദേഹം എടുത്ത സെക്ഷൻ CRPC 390 പ്രകാരമാണ് എടുത്തിട്ടുള്ളത്. CRPC 390 പ്രകാരം കേസ് നടക്കുന്നതിന് ഇടയിൽ പ്രതി ചേർക്കാൻ ഉള്ള അവകാശം ഒരു ജഡ്ജ് എന്ന നിലയ്ക്ക് ഡിസ്ക്രിഷണൽ പവർ ഉണ്ട്. പക്ഷെ ആ ഡിസ്ക്രിഷണൽ പവർ അദ്ദേഹം ദുരുപയോഗം ചെയ്യുകയും വളരെ വിദഗ്ധമായി പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും മറ്റു സ്വാധീനങ്ങളും എല്ലാം ഉപയോഗപ്പെടുത്തി ആ ഒരു സംവിധാനത്തെ കാന്തപുരം ഉസ്താദിനെതിരെ തിരിയുന്ന സാഹചര്യമാണ് സത്യത്തിലുണ്ടായിട്ടുള്ളത്. ഈ ഒരു ഘട്ടം വന്നപ്പോൾ ഇതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അച്യുതൻ കുറപ്പ് വക്കീലിൻ്റെ നേതൃത്വത്തിൽ ഹൈക്കോടതിയിൽ റിവിഷൻ ഫയൽ ചെയ്യുകയും റിവിഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുകയും ആ റിവിഷൻ പെറ്റീഷനിൽ കോടതി കേൾക്കുകയും കോടതി പ്രതി ചേർക്കപ്പെട്ട അക്യൂസ്ഡ് പേഴ്സണായിട്ട് ഇൻവോൾവ്മെൻറ്റ് വേണമെന്ന കമാൽ പാഷയുടെ സ്പെഷ്യൽ ജഡ്ജിൻ്റെ ഓർഡറിനെ തള്ളുകയും ഉസ്താദിനെ ആ കേസിൽ വെറുതെ വിടുകയും ഒരു നിലക്കും പ്രതി ചേർക്കാനുള്ള ഒരു സാഹചര്യ തെളിവ് പോലും ഇല്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനിടയിൽ വളരെ രസകരമായൊരു സംഭവം എന്ന് ചോദിച്ചാൽ PW4 സാക്ഷി വിസ്താരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ, അതായത് ചീഫ് എക്സാമിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ PW4 വാമൊഴിയിൽ നിന്ന് ഒരു കാന്തപുരം ഉസ്താദിൻ്റെ പേര് വന്നപ്പോഴേക്കും അദ്ദേഹം പ്രതി ചേർക്കാൻ തിടുക്കം കാണിച്ചു എന്നതാണ് സത്യം. സ്വാഭാവികമായിട്ടും ഹൈക്കോടതിയുടെ ഓർഡറിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് PW4 ചീഫ് എക്സാമിനേഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് ക്രോസ് എക്സാമിനേഷൻ ഉണ്ടാകുമല്ലോ. ആ ക്രോസ് എക്സാമിനേഷൻ കേൾക്കാൻ പോലുമുള്ള സമയം ബഹുമാനപ്പെട്ട കമാൽ പാഷ സാറ് അതിന് വെയിറ്റ് ചെയ്തിട്ടില്ല എന്നാണ്. അത് വെയിറ്റ് ചെയ്യാനുള്ള സംയമനം പോലും കാണിക്കാൻ ഇദ്ദേഹത്തിന് സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കാരണം കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തുക എന്നതായിരുന്നു കമാൽ പാഷ സാർ അതിനു വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഓർഡർ വായിക്കുന്ന സമയത്ത് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഓർഡർ കോപ്പിയാണ്, ഇതിൻ്റെ ജഡ്ജ്മെൻ്റാണ്. ഈ ജഡ്ജ്മെൻറ്റിൽ ബഹുമാനപ്പെട്ട AP ഉസ്താദ് AP അബൂബക്കർ മുസ്ലിയാർ വേഴ്സസ് CBI സ്പെഷ്യൽ ജഡ്ജ് ആൻഡ് അതേഴ്സ് എന്ന കേസിൽ വളരെ സവിസ്തരം ഈ കേസ് പ്രതിപാദിക്കുന്നുണ്ട്. CRPC 319 പ്രകാരമുള്ള എല്ലാവിധ അതിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂസുകളും ഈ കേസിൻ്റെ സാഹചര്യങ്ങളും ഒക്കെ വളരെ കൃത്യമായിട്ട് ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു തമാശ, ചാനൽ അഭിമുഖത്തിനിടെ ശ്രീ കമാൽ പാഷ സാറ് അദ്ദേഹം പറയുകയാണ്, ഞാൻ വിധിച്ച വിധി ആ വിധി ശരിയായിരുന്നു എന്ന് 5 വർഷത്തിന് ശേഷം സുപ്രീം കോടതിന് റൂളിംഗ് വന്നിട്ടുണ്ട് എന്ന്. അത്ഭുതപ്പെട്ടു പോവുകയാണ്. എങ്ങനെയാണ് 5 വർഷത്തിന് ശേഷം വന്ന വിധി ഞാൻ വിധിച്ച വിധി ശരിയായിരുന്നു എന്ന് തീരുമാനിക്കുക? സ്വാഭാവികമായിട്ടും ഹൈക്കോടതി ഒരു ജഡ്ജ്മെന്റ് വിധിക്കുന്ന സമയത്ത് ആ സമയത്തുള്ള റൂളിങ്, ഹൈക്കോടതിയുടെ റൂളിങ്, സുപ്രീം കോടതിയുടെ റൂളിങ്, നിലവിലുള്ള സ്റ്റാറ്റസ്, ഇത് വെച്ചുകൊണ്ടല്ലേ സ്വാഭാവികമായിട്ടും ഹൈക്കോടതി ജഡ്ജ് ആ വിഷയത്തെ കാണുക. ഇത് ആ പ്രകാരം തന്നെയാണ് ഈ ഓർഡറിൽ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജ് ആ വിഷയത്തെ കണ്ടത്. അതിൻ്റെ ആ ഒരു റീസണിലേക്ക് എത്താൻ ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ അതിൽ നിന്ന് പ്രതി ചേർക്കുന്നത് ഒഴിവാക്കാനുള്ള CRPC 319 പ്രകാരമുള്ള എല്ലാവിധ തെളിവുകളും അതുപോലെ തന്നെ റൂളിങ്സുകളും ഇതിൽ കോട്ട് ചെയ്യുന്നുണ്ട്. ഈ വിധി പ്രകാരം, മേൽക്കോടതിയുടെ വിധി പ്രകാരം, സുപ്രീം കോടതിയുടെ വിധി പ്രകാരം ഇതിന് സമാനമായ കേസുകൾ വന്നിട്ടുണ്ടെന്നും അതുകൊണ്ട് അതിൽ പ്രതി ചേർക്കേണ്ട സാഹചര്യം ഇല്ലെന്നും കമാൽ പാഷ സാറ് ഇതിന് തിടുക്കം കാണിച്ചതാണെന്നും ഒക്കെ വളരെ കൃത്യമായി ഇതിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ ജഡ്ജ്മെന്റിൽ വളരെ കൃത്യമായി ഞാൻ വായിക്കാം. എ വാഗ് സസ്പീഷൻ ഈസ് ഇൻസഫിഷ്യന്റ് ടു ഇൻവോക്ക് ദ എക്സ്ട്രാ ഓർഡിനറി പവർ വെസ്റ്റഡ് ഇൻ ദ കോർട്ട് അണ്ടർ ദ സെക്ഷൻ 390 ഓഫ് ദി കോഡ് which is to be exercised sparingly. കേവല ഒരു സംശയം കിട്ടിയപ്പോഴേക്കും വളരെ ഡിസ്ക്രിഷണറി പവറോടുകൂടി ഉപയോഗിക്കുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി പവർ അദ്ദേഹം ഒരു ചെറിയൊരു സംശയം കിട്ടിയപ്പോഴേക്കും അതിൻ്റെ മേൽ കെട്ടി തൂങ്ങി അത് ബഹുമാനപ്പെട്ട ഉസ്താദിനെ പ്രതി ചേർക്കാൻ വേണ്ടി ശ്രമിക്കുക ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു അതിൽ ചീഫ് എക്സാമിനേഷൻ നടന്നു, എന്നാൽ സ്വാഭാവികമായിട്ട് നീ ക്രോസ് കൊടുക്കല്ലോ. ആ ക്രോസ് പോലും കേൾക്കാനോ അതിനു വേണ്ടി സമയം കണ്ടെത്താനോ കമാൽ പാഷ സാറ് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ചുരുക്കത്തിൽ 2010 AP അബൂബക്കർ മുസ്ലിയാർ വേഴ്സസ് CBI സ്പെഷ്യൽ ജഡ്ജ് ആൻഡ് അതേഴ്സ് എന്ന കേസിൽ
അതിൻ്റെ ഓർഡർ കോപ്പിയിൽ അതിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ അവസാന ഭാഗത്ത് കമാൽ പാഷ സാർ തുടക്കം കാണിച്ചതാണെന്നും അതിന് അദ്ദേഹം കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തുന്നതിൽ മേൽക്കോടതി വളരെ കൃത്യമായി നിരീക്ഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെ വളരെ മോശമായ രൂപത്തിലാണ് കമാൽ പാഷ സാർ അതിനെ കണ്ടിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെ വ്യക്തിവിരോധം തീർക്കാനുള്ള ഏരിയല്ല ജുഡീഷ്യൽ സംവിധാനം എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. ജുഡീഷ്യൽ സംവിധാനം പാവനമായിരിക്കണം. തൻ്റെ ജീവിതത്തിലെ മുഖ്യഭാഗവും അല്ലെങ്കിൽ അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടുള്ള പല ജഡ്ജ്മെൻറ്റുകളും പുനർപരിശോധന നടത്തേണ്ടതുണ്ടോ എന്ന് തീർച്ചയായിട്ടും ആലോചിക്കേണ്ടതുണ്ട്. ബാക്കി ഭാഗം ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഈ പ്രസ്തുത ചേകന്നൂർ കേസ് മൗലവിയുടെ വിഷയത്തിലെ കൃത്യമായ നിലപാട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.